ഫോൺ അഡിക്ഷൻ ഭയങ്കരമായിട്ടൊരു അഡിക്ഷനാണ്. നമ്മൾ പലരും കരുതും ഡ്രഗ് അഡിക്റ്റ് ആവുന്നുണ്ട്, സ്മോക്കിംഗ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്. ഈ സ്മോക്കിങ്ങിനും ആൽക്കഹോളിനൊക്കെ വലിയൊരു അഡിക്ഷനാണ് ഫോൺ അഡിക്ഷൻ. നിങ്ങളുടെ ഒരു ബ്രെയിനിൻ്റെ ഒരു സ്കാൻ എടുത്തു കഴിഞ്ഞാൽ, സ്പെക് സ്കാൻ എന്ന് പറഞ്ഞ സ്കാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഫോൺ അഡിക്ഷൻ. ആ ഫോൺ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് റെക്ഷൻ കിട്ടുള്ളൂ. നോർമൽ സെക്ഷനിൽ നിങ്ങൾക്ക് റെക്ഷനേ കിട്ടില്ല. കാരണം നിങ്ങളുടെ ബ്രെയിൻ അതായിട്ട് യൂസ്ഡായി. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ചേഞ്ചസും ഉണ്ടാവില്ല. പ്രശ്നമായി, ഡിവോഴ്സായി, പ്രശ്നങ്ങളായി, ആദ്യം ഫാമിലി കോൺഫ്ലിക്റ്റുകളായി, റിലേഷൻഷിപ്പ് ബ്രേക്കായി, വഴക്കായി, നമ്മുടെ സ്വന്തം പ്രോബ്ലം ഒളിച്ചു വെക്കാനായിട്ട് വഴക്കിടുന്നു വരും. കമ്പൾസീവ് മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർ മാസ്റ്റർബേറ്റ് ചെയ്യും. മാസ്റ്റർബേഷൻ ഒരു തെറ്റല്ല. ഇറ്റ്സ് എ നോർമൽ ഫോം ഓഫ് നമ്മുടെ ഒരു ഫീലിംഗ് ആണ്. വിശപ്പും ദാഹമൊക്കെ പോലെ. ഇത് പിന്നെ കമ്പൾസീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ഒരു ദിവസം 6, 7, 8 പ്രാവശ്യം ചെയ്യുന്ന ഒരു ബിഹേവിയറാണ് കമ്പൾസീവ് മാസ്റ്റർബേഷൻ ചെയ്യുന്നത്. സൈക്കോപാത്ത് എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് അവർക്ക് യാതൊരു ഇമോഷൻ ഉണ്ടാവില്ല, ഫീൽ ഉണ്ടാവില്ല, പെയിൻ വരെ അവർക്ക് ഉണ്ടാവില്ല. അത് അവർക്ക് എമ്പതി സിമ്പതി അങ്ങനത്തെ ഫീലിങ്ങളൊന്നും ഉണ്ടാവില്ല. LPD ഉള്ള ക്യാരക്ടറിൽ നിന്ന് നമ്മൾ പിന്നെ വലിയ കൗൺസിലിംഗ് ഉപദേശിക്കാറില്ല. രക്ഷപ്പെട്ടോളാനാ പറയാറ്. കാരണം അത് നന്നാക്കാൻ പറ്റാത്തൊരു കേസാണ്. അപ്പോഴും സൊസൈറ്റി പറയും കല്യാണം കഴിഞ്ഞതല്ലേ, അഡ്ജസ്റ്റ് ചെയ്യ്. ഇത് പണ്ടത്തുള്ള രീതിയാണ്. എന്നിട്ട് സഫർ ചെയ്തോളണം ലൈഫ് ലോങ്. ആർക്ക് വേണ്ടിയിട്ട്? സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്. നശിക്കുന്നത് ആരാണ്? ഇവരുടെ ജീവിതമാണ്. പലപ്പോഴും ഈ സിനിമകളിലൊക്കെ ഈ സൈക്കോ വില്ലന്മാരുടെ ഒക്കെ പിന്നെടുത്ത കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ ഈ പ്രധാന നായകനായ പോലീസുകാരനോട് പറയുന്നുണ്ട് ഈ കൊലയൊക്കെ ചെയ്ത ഒരാൾക്ക് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉണ്ടാവും, അതിനുള്ള എല്ലാ സാധ്യതയുണ്ടെന്ന്. ശരിക്കും ആ ലെവൽ ഓഫ് ഒരു എക്സ്ട്രീമിറ്റിയിലേക്കൊക്കെ പോകുന്ന ഒരു പേഴ്സണാലിറ്റി പ്രശ്നമാണ് ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി. ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി കുട്ടിക്കാലം മുതൽ നമുക്കറിയാം. ഇങ്ങനെയുള്ളവർ അവർ വീട്ടിലെ ചില സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. ഒരു പണി ADHD ഉള്ളവരിൽ ഞാൻ ഇതിനു മുമ്പ് ഇതൊന്ന് പറയാം. ADHD ഉള്ളവരിൽ കണ്ടക്റ്റീവ് ഡിസോർഡർ ഉള്ളത്, അതായത് കുട്ടിക്കാലം മുതൽ അവർ എന്ത് ജീവികളെ ഉപദ്രവിക്കും, ഒരു ദയയില്ലാത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ പട്ടികളെ കല്ലെടുത്തെറിയ, ഒരു ദയ ഉണ്ടാവില്ല ഒരു ജീവിയോടും. അങ്ങനെ ഒരു ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഡിസ്ട്രക്റ്റീവ് ബിഹേവിയറിൽ അവർക്ക് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഡിസോർഡറുള്ള കുട്ടികൾ വലുതാവുമ്പോൾ ആൻറ്റി സോഷ്യൽ ബിഹേവിയറിൽ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അല്ലെങ്കിൽ ADHD ഉള്ളവർ, ADHD ഉള്ള എല്ലാവരും വരണമെന്നില്ല, പക്ഷേ നമ്മളിപ്പോൾ ക്രിമിനൽ കേസുകളുടെ പശ്ചാത്തലം എടുത്താൽ അധികം ADHD ഹിസ്റ്ററി ഉണ്ടാവും. കാരണം അവർ എല്ലായിടത്തും നെഗ്ലക്റ്റ് ചെയ്യപ്പെടാണ്. കാരണം ഇവർ ഈ പെട്ടെന്നുള്ള ഇമ്പൾസീവ് ബിഹേവിയറാണ്. അവർക്ക് കൂട്ടുകാരകറ്റും, വീട്ടുകാരവരെ കുറ്റം പറയും. അവർ മനഃപൂർവ്വം അല്ല അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നിരുന്നാൽ പോലും. അപ്പോൾ അവർ പിന്നെ അവർക്കും വേണം അറ്റൻഷൻ സീക്കിങ്. അവർ വരും, അപ്പോൾ അവർ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ എന്നാൽ പിന്നെ ഞാനൊരു ഇത്തരം ബിഹേവിയർ എടുക്കാം എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പോൾ എനിക്കൊരു കുറച്ച് അറ്റൻഷൻ കിട്ടും. ആളുകൾ തന്നെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നെഗറ്റീവ് വേയിലായിരിക്കാം. പിന്നെ അവർക്ക് ഇമ്പൾസീവ് ബിഹേവിയേഴ്സ് ഉണ്ടാവും. അവർ സൊസൈറ്റിയോട് തന്നെ ഒരു ദേഷ്യമായിരിക്കും അവർക്ക്, മറ്റുള്ളവർ ദേഷ്യമായിരിക്കും. അപ്പോൾ ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയറിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒത്തിരി കേസുകൾ നമ്മൾ ജയിലിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിമിനൽസിൻ്റെ പശ്ചാത്തലം എടുത്തിട്ടുണ്ടെങ്കിൽ അധികം പേർക്കും, എല്ലാവരിലല്ല കൂടുതൽ പേർക്കും ഈ പറഞ്ഞ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവാം, അല്ലെങ്കിൽ കണ്ടക്റ്റീവ് ഡിസോർഡർ ഉണ്ടാവും, ADHD പോലത്തെ കാര്യം. ഭയം തോന്നിയ വല്ല കേസുണ്ടോ? ഭയം തോന്നിയ ഈ കേസിന്റെ അയാൾ ആന്റി സോഷ്യൽ ആയ ഒരു എക്സ്റ്റെൻഡ് കേട്ടിട്ട് പേടി തോന്നി അങ്ങനെ ഒരു റിയൽ ലൈഫ്? അങ്ങനെ പേടി തോന്നിയതില്ല. നമ്മൾ കുറേ ഈ ഒരു ഫീൽഡിൽ കുറച്ച് വർഷങ്ങളായതുകൊണ്ട് പലതരം ക്യാരക്ടേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. ആൻറ്റി സോഷ്യൽ അല്ലാത്ത സൈക്കോപാത്ത് എന്നൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർക്ക് ഇതിലും കഷ്ടമാണ്. സൈക്കോപാത്ത് എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് അവർക്ക് യാതൊരു ഇമോഷൻ ഉണ്ടാവില്ല, ഫീൽ ഉണ്ടാവില്ല, പെയിൻ വരെ അവർക്ക് ഉണ്ടാവില്ല. അത് അവർക്ക് എമ്പതി സിമ്പതി അങ്ങനത്തെ ഫീലിങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ്? അവരുടെ മൈൻഡ് സെറ്റ് നമുക്കൊരു വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ വരെ നമ്മുടെ ജോളി വധക്കേസൊക്കെ ഉണ്ടാവില്ലേ, ഓർമ്മയിൽ. അപ്പോൾ ആ ജോളിയുടെ ക്യാരക്ടർ വേണമെങ്കിൽ ഈ സൈക്കോപാത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർക്ക് ഇതിലൊരു തെറ്റൊരിക്കലും തോന്നില്ല. രണ്ടു കൂട്ടരുണ്ട്. ആൻറ്റി സോഷ്യൽ ബിഹേവിയറിലുള്ളവർക്ക് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്ക് അറിയാം. അപ്പോൾ അവർക്ക് ചില സമയത്ത് ഗിൽറ്റ് ഉണ്ടാവും, വേണ്ടായെന്നൊക്കെ തോന്നലൊക്കെ ഉണ്ട്, എന്നാലും സ്റ്റിച്ച് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു സൈക്കോപാത്തിന് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല. ആ ചെയ്യുന്നതിൽ ഒരു തെറ്റും ഉണ്ടാവില്ല. ഇപ്പോൾ താങ്കൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും അതിലൊരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവില്ല. റിപ്പർ ചന്ദ്രനെ കേട്ടിട്ടുണ്ടോ? റിപ്പറിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ സന്തോഷം വരുന്ന രീതികൾ വ്യത്യസ്തമാണ്. ഒരാൾ റിപ്പർ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ തലയടിച്ച് പൊട്ടിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതാണ് അയാളുടെ പ്ലഷർ. അതിൽ അയാൾക്കൊരു ഗിൽറ്റില്ല, ഷെയിമില്ല, പിന്നെ അങ്ങനെ ഒരു വീണ്ടും വിചാരമില്ല. അയാളുടെ ലക്ഷ്യം അയാളുടെ പ്ലഷറാണ്. അപ്പോൾ അത് സൈക്കോപാത്തുകൾ പോലത്തെ ഒരു ബിഹേവിയറാണ്. അവരോട് സംസാരിക്കാൻ ഇല്ല. അങ്ങനെ
സൈക്കോപാത്തുകൾ നമ്മുടെ മുമ്പിൽ റെയറായിട്ട് വന്നിട്ടുള്ളൂ. ഒരു ടൈപ്പ് സൈക്കോപാത്താണ് നമുക്ക് വേണമെങ്കിൽ NPD എന്ന് പറയാം, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി. അതെ, ഈ സൈക്കോപാത്ത് ഈ NPDക്കാർ ഒരിക്കലും നമ്മുടെ അടുത്ത് കൺസൾട്ടേഷന് വരില്ല. അതെന്താ? കാരണം അവര് ഓൾവേസ് റൈറ്റ് ആണ്. അവരൊരിക്കലും തെറ്റുകാരല്ല. അവർ ഭയങ്കര പ്ലേസിങ് പേഴ്സണാലിറ്റി ആയിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ പോലും വളരെ ജെന്റിലായിരിക്കും. ആദ്യം എന്നെ അങ്ങ് പൊഴുത്തിക്കളയും. കാരണം അവരത്ര മാന്യനായിരിക്കും പുറത്ത് കാണുന്നത്. പക്ഷെ റിയൽ പേഴ്സണാലിറ്റി വേറെ ആയിരിക്കും. അതെപ്പോൾ പുറത്ത് വരും? അത് അവരുടെ കൂടെയുള്ളവരുടെ അടുത്ത് എടുക്കും. അവർക്ക് ഒരിക്കലും എമ്പതി എന്ന് പറഞ്ഞ സാധനം അവർ ജന്മത്തിൽ സോറി പറയില്ല. അവരുടെ തെറ്റ് ഒരിക്കലും അവർ അഡ്മിറ്റ് ചെയ്യില്ല. അവരുടെ വിജയം മാത്രം അവർക്ക് ലക്ഷ്യമുള്ളൂ. അതിന് മറ്റുള്ളവരെ യൂസ് ചെയ്യും. മക്കളായ കൊള്ളാം, ഭാര്യയെ കൊള്ളാം, അവരെ യൂസ് ചെയ്യുന്നു. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ എൻ്റെ അടുത്ത് NPDക്കാർ വരുന്നുണ്ട്. അതെങ്ങനെ അറിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പിൾ കൗൺസിലിംഗ് വരുന്ന സമയത്ത് മാത്രമാണ് NPD. അത് അപ്പോൾ അവരുടെ ഭാഗം കറക്റ്റ് ചെയ്യാനും ഞാൻ എക്സ്ട്രാ ഡീസൻ്റ് ആണെന്നും എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ നമുക്കറിയാം NPD ആണെന്നുള്ള കാര്യം. പക്ഷേ ഇവരെ ബിഹേവിയർ പുറത്ത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അകത്ത് ഭയങ്കര മോശം ബിഹേവിയർ ആയിരിക്കും. അവർ കൂടെയുള്ളവരാണ് അത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. യാതൊരു ദയ എന്ന് പറഞ്ഞവർക്ക് ഉണ്ടാവില്ല. എമ്പതി അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. സിമ്പതി ഉണ്ടാവില്ല. എമ്പതി സിമ്പതി ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ അവർ കാണിക്കുക? അതിൻ്റെ ഒരു മോഡ് ഓഫ് ഓപ്പറേണ്ടി അവരെന്താ കാണിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും ക്രൂവലായിട്ട് എങ്ങനെ ക്രൂവലായിട്ട് പെരുമാറാവുന്നു, ക്രൂരമായിട്ട് പെരുമാറാവുന്നു, അതൊക്കെ അവർ പെരുമാറും. അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ വേണമെങ്കിൽ ഈ വ്യക്തിയെ യൂസ് ചെയ്യും. അടിക്കും, പിടിക്കും, തെറി പറയും, പണീഷ് ചെയ്യും. അവർക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ് അടിച്ചമർത്തും, അടിമയെ പോലെ കൊണ്ടുനടക്കും. എഗനിസ്റ്റ് ആയി കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് അവരെ ക്രൂരമായിട്ട് നശിപ്പിക്കാനുള്ള ടെൻഡൻസി വരും. പുറത്ത് അവർക്ക് അത് ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. പുറത്തുള്ള ഈ മാന്യത കീപ്പ് ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധം. അതിനെപ്പോഴെങ്കിലും ബ്രേക്ക് വന്നാൽ അവരെ മൊത്തത്തിൽ മാറും. അവർ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവരൊരിക്കലും അവരുടെ പ്രശ്നത്തിന് വേണ്ടി ഒരിക്കലൊരു ഹെൽപ്പ് സീക്ക് ചെയ്യില്ല. കാരണം ഞാൻ ഓക്കെയാണ്, പ്രശ്നമൊക്കെ മറ്റുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ബിഹേവിയറിലും ഒരു ടൈപ്പ് ഈ പറഞ്ഞ ക്യാരക്ടർ കാണുന്നുണ്ട്. അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെയാണ്. പക്ഷെ ഒരിക്കലും അവർ അംഗീകരിക്കാത്ത പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. BPD ഉള്ളവർ ഒരിക്കലും മറ്റുള്ളവർക്ക് അറിഞ്ഞുകൊണ്ട് ദോഷമൊന്നും ചെയ്യില്ല. പിന്നെ അവരുടെ കാര്യങ്ങൾ അവർക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ NPD അങ്ങനെയല്ല, വളരെ വ്യത്യസ്തമായിട്ടൊരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. വീട്ടിലൊരു NPD അത് മെയിലിലും വരാം, ഫീമെയിലിലും വരാം. അങ്ങനെ ഒരു NPD വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർ ഭയങ്കരമായിട്ട് സഫർ ചെയ്യേണ്ടി വരും. NPD ഉള്ള ക്യാരക്ടറിൽ നിന്ന് നമ്മൾ പിന്നെ വലിയ കൗൺസിലിംഗ് ഉപദേശിക്കാറില്ല, രക്ഷപ്പെട്ടോളാനാണ് പറയാറ്. കാരണം അത് നന്നാക്കാൻ പറ്റാത്തൊരു കേസാണ്. അപ്പോഴും സൊസൈറ്റി പറയും കല്യാണം കഴിഞ്ഞതല്ലേ, അഡ്ജസ്റ്റ് ചെയ്യും. ഇത് പണ്ടത്തുള്ള രീതിയാണ്. എന്നിട്ട് സഫർ ചെയ്തോളണം ലൈഫ് ലോങ്. ആർക്ക് വേണ്ടിയിട്ട്? സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്. നശിക്കുന്നത് ആരാണ്? ഇവരുടെ ജീവിതമാണ്. അപ്പോൾ പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു കേസിൽ പറയും NPD ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു അസസ്മെൻ്റ് ഉണ്ട് NPD ആണെന്ന്. നമുക്ക് അല്ലെങ്കിൽ നമുക്ക് വരുമ്പോൾ അറിയാൻ പറ്റും. രക്ഷപ്പെട്ടോളാനെ പറയുള്ളൂ. കാരണം അതിന് പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. NPDക്കാർ സറണ്ടർ ചെയ്യണം. പക്ഷെ ഇതുവരെ ആരും സറണ്ടർ ചെയ്യാറില്ല. അവർക്കും ഉണ്ടാവും സ്ട്രെസ്, ആങ്സൈറ്റി എല്ലാം ഉണ്ടാവും, എല്ലാ പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ അത് അവർ സ്ട്രെസ്, ആങ്സൈറ്റി വേറെ രീതിയിലാണ് അവർ റിലീസ് ചെയ്യുന്നത്. എൻ്റെ അറിവിൽ ഒരു NPDക്കാരും ട്രീറ്റ്മെൻറ്റ് പോയതായിട്ട് അറിവില്ല. അതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഒരു ഡിസോർഡർ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടേ ഇപ്പൊ അയാളോട് പറയാൻ പറ്റില്ല, എന്നാൽ ചുറ്റുള്ള ആളുകളോട് പറയണം, അങ്ങനെ അയാളോട് ഡയറക്റ്റ്ലി പറയാതെ ട്രീറ്റ് ചെയ്യേണ്ട സ്റ്റേജസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ ഉണ്ട്. അങ്ങനത്തെ നമ്മൾ സാധാരണ ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് കേസ് സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് റെഫർ ചെയ്യാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസൈറ്റ് ഉണ്ടാവില്ല. അതായത് ഒരു സ്കിസോഫീനിയ, നമ്മളിപ്പോൾ നാട്ടിൽ ഭ്രാന്തി എന്നൊക്കെ പറയുന്ന ഒരു മാനസിക രോഗം, അവർക്ക് എന്താണ് അവർക്ക് സംഭവിക്കുന്നത് എന്നുള്ളത്. സ്കിസോഫീനിയയുടെ പല ടൈപ്പുണ്ട്. ഒരു ഹൈ സ്റ്റേജിൽ ഒട്ടും തന്നെ ബോധം ഉണ്ടാവില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതായത് ഹലൂസിനേഷൻ, ഓഡിറ്ററി ഹലൂസിനേഷൻ. ഞാൻ ആരുടെയൊക്കെയോ ശബ്ദം കേൾക്കുന്നു, അത് ആ വ്യക്തിയെ സംബന്ധിച്ച് റിയലാണ്. രണ്ട് ചെവിയിൽ നിന്ന് ഓരോ രൂപങ്ങൾ സംസാരിക്കുന്നു, അവർ നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നു. ഹലൂസിനേഷൻ, ഞാൻ ഇല്ലാത്തതൊക്കെ ഇവിടുന്ന് കാണുന്നു. ടെമ്പററി ആയിട്ട് പലർക്കും സ്ട്രെസ്സ് ഭയങ്കര ഹൈ ആകുമ്പോഴൊക്കെ ഹലൂസിനേഷൻ വരാട്ടോ. പക്ഷേ ഇത് പെർമനൻ്റ് ആയിട്ടൊരു ഹലൂസിനേഷനാണ്. നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ എഴയുന്ന പോലെ തോന്നുന്നു, തലയുടെ ഉള്ളിൽ നിന്ന് പാമ്പുകൾ വരുന്നു. ഡിലൂഷൻ, എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കുക, എനിക്ക് വിഷമൊഴിച്ച് തന്നേക്കാണ്. അങ്ങനെയുള്ള സൈക്കോസിസ്, പാരനോയ്ഡ് ബിഹേവിയേഴ്സ് ഇവരിലുണ്ടാവും.
അപ്പോൾ അതാണ് അവർക്ക് ഇൻസൈറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ, ബോധം എന്ന് പറഞ്ഞാൽ ഇല്ല, ചിന്തിക്കാനുള്ള വിവേകം അവർക്കില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇതിൻ്റെ ഹൈ സ്റ്റേജിൽ ചെറിയ പല ടൈപ്പ് ഉണ്ട് സ്കിസോഫീനിയ തന്നെ. അതിൽ കുറേയൊക്കെ അവർക്ക് മനസ്സിലാവും, പക്ഷെ അവർ അവെയറാവും എനിക്കിങ്ങനെ ഹലൂസിനേഷൻസ് ഉണ്ടെന്നും ഡിലൂഷൻ സംഭവിക്കുന്നുണ്ടെന്നും അവർ അവരെ, പക്ഷേ അവർക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നതാണ് ചിലർ പറയും. അങ്ങനെയുള്ള കേസുകളിൽ നമുക്കിവിടെ സൈക്കോതെറാപ്പി സപ്പോർട്ടീവായിട്ട് നമുക്ക് ഇൻസൈറ്റ് ഇല്ലാത്ത കേസിൽ ഇവിടെ ഒന്നും പറ്റില്ല, അവർ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ സെക്സ് തെറാപ്പിസ്റ്റ് കൂടിയാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ സെക്ഷൽ വെൽനസ് ഗുരുക്കളായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു സൈഡിലൂടെ വല്ലാതെ സ്യൂഡോ സയൻസ് പ്രചരിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ഒത്തിരി ഉണ്ട്. ഈ സെക്സിന് അഡ്വൈസ് കൊടുക്കുന്ന നമ്മൾ അവരുടെ എല്ലാം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആ വീഡിയോ വൈറലാവണമെന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, എവിടെയാണോ ഈസി വേയിൽ എന്തെങ്കിലും കാര്യം ആരെങ്കിലും പറഞ്ഞു തരുന്നത് അവിടേക്ക് കേൾക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതായത് ഇത് ഇങ്ങനെയല്ല, മരുന്ന് കഴിക്കാതെ മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം ഇയാളെയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം അവൻ്റെ മനസ്സ് എപ്പോഴും ഇത് ഈസി ആയിട്ട് ഇത് മാറാനുള്ള രീതിയിലാണ്. മറ്റേത് മരുന്ന് കഴിക്കാൻ വലിയ പരിപാടിയാണ്. ഇവനെ അങ്ങ് സ്തുതിക്കുക അവൻ്റെ പിന്നാലെ. ഇവിടെ ചില ഫേമസ് ആയിട്ടുള്ള ചില ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയാണ്, ഞാൻ ഇങ്ങനെ ചെയ്താൽ മതി, മഞ്ഞപ്പൊടി കലക്കി കുടിച്ചാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ പുറകിൽ ആളുകൾ പോകും. കാരണം എനിക്ക് എളുപ്പമുള്ള കാര്യം ചെയ്ത് പെട്ടെന്ന് കാര്യം നേടാമെന്നുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമല്ല, അത് കേൾക്കാനാണ് നമുക്ക് ആഗ്രഹങ്ങൾ. ഈ സെക്സ് തെറാപ്പിയുടെ ബേസിക് പോലും പഠിക്കാതെ വെറുതെ ഇരുന്ന് അഡ്വൈസ് ചെയ്യും. ഈ അഡ്വൈസ് കേൾക്കണവർ അവരെ ഫോളോ ചെയ്യുന്നതിൻ്റെ പിന്നാലെ പോകും, അത് പരീക്ഷിക്കുകയും ചെയ്യും. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഈ വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഈസ് ദ റൈറ്റ് പേഴ്സൺ, ഈസ് ഹി എ പ്രൊഫഷണൽ, വാട്ട് ഈസ് ഹിസ് ബാക്ക്ഗ്രൗണ്ട്, ഇതൊന്നും ചെക്ക് ചെയ്യാറില്ല. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പല ടെക്കിലുള്ളവരും സൈക്കോളജിയൊക്കെ പഠിപ്പിക്കുന്നത് ഞാൻ കാണുമ്പോൾ ചിരി വരും. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് വരെ നമുക്ക് അറിയാൻ പാടില്ല. അവൻ്റെ ഡ്യൂട്ടി വേറെയാണ്. അതുപോലെ യോഗ ചെയ്യുന്ന തെറാപ്പിസ്റ്റിൽ അവൻ ഓക്കെ നാച്ചുറോപ്പത്തിയാണ് യോഗയാക്കി അവരുടെ സബ്ജക്റ്റ്, പക്ഷെ അവർ പഠിപ്പിക്കുന്ന വേറെ വേറെ കാര്യങ്ങളാണ്. അവരുടെ ഫീൽഡിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചോ, പക്ഷെ ഇവർ പഠിപ്പിക്കുന്നതൊക്കെ വേറെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഇൻഫോർമേഷൻസ് ഇവർക്ക് എവിടെ നിന്ന് വരുന്നു, ആരാണ് ഇൻഫർമേഷൻ കൊടുക്കണമെന്ന് അവർ കൊടുക്കാറില്ല. ജനങ്ങൾക്ക് വേണ്ട അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, എന്താണ് കിട്ടുന്നതെന്ന് ആര് പറഞ്ഞു എന്നുള്ളത് നോക്കാറില്ല, അത് ഫോളോ ചെയ്യും, പോയി പ്രശ്നത്തിലേക്ക് ചെന്നപ്പെടും. വേറൊരു കൂട്ടരുണ്ട് ഇങ്ങനെ, നമ്മളിപ്പം ഈ മനോരമ പേപ്പറും ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുറേ മെഡിസിൻസ് ഉണ്ട്, ആയുർവേദവും ജാമുകളും ആരോഗ്യങ്ങളും. ഇപ്പോൾ തുർക്കി ജാം എന്നൊക്കെ പറയുന്ന സാധനം, തുർക്കി ജാം പല രാജ്യങ്ങളിലും ഗൾഫ് കൺട്രീസിലൊക്കെ നിരോധിച്ചിട്ടുള്ള സാധനമാണ്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ടന്റ് അവർ ആഡ് ചെയ്യുന്നത് സിറ്റ്നോഫിലാണ്. അപ്പോൾ സിറ്റ്നോഫിലിൻ്റെ കണ്ടന്റ് ഇതിലുണ്ടെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നിരോധിച്ചത്. അവിടെ വിൽക്കാൻ പാടില്ല, നിങ്ങൾ ജയിലിൽ പോകും. അതെ. ഈ സിറ്റ്നോഫിൽ റൈറ്റ് ടൈമിൽ കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര അഡ്വേഴ്സ് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. നിങ്ങളൊരു നൈട്രോഗ്ലിസറിൻ കഴിക്കുന്ന, ആസ്പിരിൻ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ സിറ്റ്നോഫിൽ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഹൈപ്പർ ടെൻസീവായ മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാണ്, ഈ സിറ്റ്നോഫിൽ എടുത്തു കഴിഞ്ഞാൽ നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കും. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ റഷ് ആവും, നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ. അത് ഇവിടേക്ക് റഷായ സ്ട്രോക്കിനും ഇവിടേക്ക് വന്ന കാർഡിയാക് അറസ്റ്റിനും ഒക്കെ കാരണങ്ങളുണ്ടാക്കും, ഇന്റേണൽ ബ്ലീഡിങ്സിലേക്ക് വരെ. അതെ, വയാഗ്ര കഴിച്ചത് തന്നെ. അതിന് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തരം മെഡിസിൻസ്, അതുപോലെ ആയുർവേദ മെഡിസിൻസിൽ ചില ഉപയോഗിക്കുന്ന ആയുർവേദ മെഡിസിനിൽ ഉപയോഗിക്കുന്ന ധാതുക്കളുണ്ട്, മിനറൽസ് എന്ന് പറയും, ലെഡ്, മെർക്കുറി, ഇത് കണ്ടന്റാണ്. ഈ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദോഷങ്ങളുണ്ടാവും. പലപ്പോഴും ഇതിൻ്റെ റൂട്ട് കോസുകളല്ല അവർ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രീമച്വർ ഇജാക്കുലേഷൻ, എന്തുകൊണ്ടാണ് ഇജാക്കുലേഷൻ സംഭവിക്കുന്നത്? മോസ്റ്റ് പ്രോബബ്ലി ആങ്സൈറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മസിൽ വീക്ക്നെസ് ആയിരിക്കാം. അപ്പോൾ അതിന് ബിഹേവിയർ തെറാപ്പി അല്ലെങ്കിൽ എന്താണോ അവരുടെ PC മസിൽ അല്ലെങ്കിൽ പെൽവിക് ഫ്ലോർ മസിലിനെ കറക്റ്റ് ചെയ്യുന്നതിന് പകരം ഈ മെഡിസിൻ മേടിച്ച് കഴിച്ചാൽ എന്താണ് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ ചിലരുടെ പ്ലസിബോ എഫക്റ്റ്, ഞാൻ ഈ മെഡിസിൻ കഴിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ഭയങ്കര പരസ്യമാണ്, എൻ്റെ മനസ്സ് എന്ത് തോന്നുന്നു പതുക്കെ അത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം എൻ്റെ ഉള്ളിൽ ഫിയർ മാറും. ഓരോ ദിവസം ഞാനിത് മെഡിസിൻ കഴിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്താ, ഞാൻ റിപ്പീറ്റ്ലി എൻ്റെ ഉള്ളിൽ ഞാൻ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്, യെസ് ഐ എം ഗെറ്റിംഗ് ബെറ്റർ. അങ്ങനെ പ്ലസിബോയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. ഇറക്ഷൻ ഡിസ്ഫങ്ഷന് വേണ്ടിയിട്ട് ഇവരെല്ലാം കോമണും കൂടി രണ്ടും കൂടി തട്ടിക്കൊള്ളാൻ പറഞ്ഞ മെഡിസിൻ കഴിക്കുന്നത്. ആക്ച്വലി പ്രീമച്വർ ഇജാക്കുലേഷൻ റൈറ്റ് ആയിട്ടൊരു മെഡിസിൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ആകെ ഇംഗ്ലീഷിൽ ഇതിനുള്ള മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റി ഡിപ്രസൻ്റാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ട്? എൻ്റെ ആങ്സൈറ്റി പെർഫോമൻസ് ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി ഡിപ്രസൻ്റ് മാത്രമേ ഉള്ളൂ അതിന് മെഡിസിനായിട്ട്. അല്ലാതെ ഒരു മെഡിസിനും ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് ഓക്കെ ഈ പറഞ്ഞ സ്നാഫിൽ അല്ലെങ്കിൽ തഡാഫിൽ പോലത്തെ മെഡിസിൻസ്
വർക്ക് ചെയ്യുന്നുണ്ട് നല്ലപോലെ. പക്ഷെ അതിന് മുമ്പ് ഇതിൻ്റെ റൂട്ട് കോസ് അറിയണം. എനിക്ക് എന്തുകൊണ്ടാണ് ഇറക്ഷൻ ഡിസ്ഫങ്ഷൻ നടക്കുന്നത്? മോസ്റ്റ് പ്രോബബ്ലി ഞാൻ സ്മോക്കർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ നെർവ്സ് ഇതെല്ലാം ഇത് ചുരുങ്ങി ബ്ലഡ് ഫ്ലോ അതിലേക്ക് ഉണ്ടാവില്ല, ഒരു ക്രോണിക് സ്മോക്കർ ആണെങ്കിൽ. അപ്പോൾ സ്മോക്കിംഗ് ആണ് എൻ്റെ കാരണം. ഞാൻ ഡയബറ്റിക് ആണ്, ക്രോണിക് അൺകൺട്രോൾ ഡയബറ്റിക് ആണെങ്കിൽ എനിക്ക് എൻ്റെ ബോഡിയിലേക്കുള്ള എല്ലാ ഏരിയയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഇറക്ഷനെ ബാധിക്കും. ഇതിവിടെ മാത്രമല്ല, അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ എത്തി റൈറ്റ് പേഴ്സൻ്റെ അടുത്ത് എത്തിയെങ്കിൽ നമ്മൾ ഉടനെ അവരെ കാർഡിയക് ഇവാലുവേഷൻ വിടണേ. എൻ്റെ ഇവിടെ മാത്രമല്ല, ഈ ബ്ലഡ് ഫ്ലോ ഇവിടെയും കുറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ മറ്റൊരു യൂറോളജിനെ കണ്ടിട്ട് എന്താണ് ഇപ്പോൾ അവർക്ക് വേരിക്കോസിൻ്റെ പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം ഈ സംഗതി കഴിക്കാനായിട്ട്. ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ചെറുപ്പക്കാർ ഇത് വാങ്ങിയാൽ കഴിക്കും. ഒരു ഫംഗ്ഷൻ ഇതിൽ നടക്കില്ല. കാരണം ഇത് എറക്ഷൻ പ്രോബ്ലം ഉള്ളവരിൽ മാത്രം വർക്ക് ചെയ്യുള്ളൂ എന്ന് ഇവർക്ക് അറിയാൻ പാടില്ല. എന്ന് മാത്രമല്ല സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഇവർ എന്നോട് പറയും തലവേദന എടുക്കുന്നു, ബോഡിയിലൊക്കെ ഒരു ഹോട്ട് ഫീലിംഗ് വരുന്നു, പിറ്റേ ദിവസത്തേക്ക് ഒരു ആ സമയത്ത് ബിസിനസ് ഇങ്ങനത്തെ ബുദ്ധിമുട്ട്. ഒരു ചെറുപ്പക്കാരന് അവൻ ഓൾറെഡി അവൻ ഹെൽത്തിയാണ്. അപ്പോൾ അവന് ഈ മെഡിസിൻ ഒരിക്കലും വർക്ക് ചെയ്യാൻ പോണില്ല. ഒരു വീക്കുള്ള ഒരാൾക്ക് മാത്രമാണ് എത്ര നിങ്ങൾ കഴിച്ചാലും, ഇനിയിപ്പോൾ ഡോസ് കൂടുതൽ കഴിച്ചാൽ നിങ്ങൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെർമനൻറ്റ് ഡാമേജ് സംഭവിക്കുകയുള്ളൂ, അല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോണില്ല. പിന്നെ ഇറക്ഷൻ ഉണ്ടാവണമെങ്കിൽ മെഡിസിൻ മാത്രം പോരാ, നിങ്ങൾക്ക് ആ ഫീലോടെയും വരണം. കാരണം ബ്രെയിനാണ് ഏറ്റവും വലിയ സെക്ഷൽ ഓർഗൻ. അപ്പോൾ ഈ ബ്രെയിനായിട്ട് കണക്റ്റഡാണ് പല പ്രശ്നങ്ങളും. അധികം പേരിൽ ഞാൻ കണ്ടിട്ടുള്ളത് പെർഫോമൻസ് ആങ്സൈറ്റി, അല്ലെങ്കിൽ മാസ്റ്റുർബേഷൻ അഡിക്ഷൻ, പോണോഗ്രാഫി, പോൺ അഡിക്ഷൻ, ഇത്തരം ഇത് കണ്ട് അവർക്ക് ഇറക്ഷൻ ഇൻഡ്യൂസ്ഡ് വരും. അതായത് പോൺ ഇൻഡ്യൂസ് ഇറക്ഷൻ ഡിസ്ഫങ്ഷൻ വരും. അവരുടെ ബ്രെയിൻ ഡോപാമിൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോൺ കണ്ടാൽ മാത്രം. അപ്പോൾ അവർക്ക് നോർമൽ സെക്സ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, അങ്ങനെ ഇറക്ഷൻ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാരണം ഇവിടെ സൈക്കോതെറാപ്പിയിലൂടെ ഇവരെ ഇതിൽ നിന്ന് മാറ്റി അത് ഫാസ്റ്റ് ഡോപ്പാമിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് സ്റ്റേപ്പിൾ ഡോപ്പാമിലേക്ക് കൊണ്ടുവരണം. അതിന് അവിടെ അത് നിർത്തണം, എന്നിട്ട് പുതിയൊരു ഇതിലേക്ക് കൊണ്ടുവരണം. ഇതിന് പകരമായിട്ട് ഇതും മേടിച്ച് കഴിച്ചുകൊണ്ട് കഴിക്കുന്നതിനും പ്രശ്നത്തിന് പരിഹാരമാവുന്നില്ല. കാരണം ഈ ഒരു ഡിസോർഡറായി മാറിക്കഴിഞ്ഞു അത്. അതായത് ഈ വൈകരയുടെ ഉപയോഗം ഇപ്പോൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ മറ്റു ചില രീതികളിലൊക്കെ അതിന് പ്രചരണമായിട്ട് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ചില ആളുകൾ എൻ്റെ ജീവിതത്തിൽ നടന്ന കഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥ പറയും. അതായത് ഇവരൊരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു, ഇവർ ഒരുപാട് സെക്സ് ചാറ്റുകളിലൊക്കെ നടത്തിയിട്ട് ഇവരുടെ ഒരുപാട് ഫാൻറ്റസികളൊക്കെ പറഞ്ഞിരുന്നു. ഇയാൾ ഭയങ്കര ക്യാമനാണ് ഈ ഒരു ഏരിയയിൽ എന്നൊക്കെ ആ കുട്ടിയോട് പറഞ്ഞിരുന്നു. എന്നിട്ട് അവിടെ പോയിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതിരിക്കുമോ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രശ്നപരിഹരണമൊക്കെ പോലെ ഒരു കുറിപ്പെഴുതും. ഇതിനിടയിൽ ഒരുപാട് പേര് കമന്റ് ആയിട്ട് കുറെ പേര് പറയും പേടിക്കേണ്ട, ഇത് ആദ്യത്തെ വട്ടമൊക്കെ ആകുമ്പോൾ പല രീതിയിൽ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ ഒരു 50% ഉത്തരങ്ങളും പ്രതിവിധിയായിട്ട് പറയുന്നത് ഈ വയാഗര കഴിക്കാൻ പിന്നെ പ്രശ്നമില്ല എന്നുള്ളതാണ്. ഈ ശരിക്കും അപ്പോൾ ഈ വയാഗര നമ്മൾ എങ്ങനെയാണ് കൺസ്യൂം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വയാഗര എപ്പോഴാണ് പ്രശ്നമാവുക, ഇതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യുക? വയാഗര എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കണ്ടന്റാണ് സിഡ്നോഫിൽ. അതിൻ്റെ സിഡ്നോഫിൽ എന്ന് പറഞ്ഞാൽ നൈട്രിക് ഓക്സൈഡ്. ഈ നൈട്രിക് ഓക്സൈഡ് നമുക്ക് നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കാം. നമ്മൾ മാതള നാരങ്ങ, ബീറ്റ്റൂട്ട്, നല്ല ഡ്രൈ നട്ട്സ്, ഈത്തപ്പഴം, ഇതിലെല്ലാം ഈ ഒരു വാട്ടർ മെലൻ, ഇതൊക്കെ നൈട്രിക്. പക്ഷെ അത് ഡിലേഡ് പതുക്കെയാണ് അതിൻ്റെ റിസൾട്ടിലേക്ക് കിട്ടുന്നത്. ഇത് നമ്മുടെ ബോഡിയിൽ ഒരു അമിനോ ആസിഡ് ഉണ്ടാക്കാണ്. സിഡ്നോഫിൽ കഴിക്കുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആണ് അതിൻ്റെ ഇത് കാണുന്നത്. കാരണം അതൊരു കെമിക്കൽ ഫോമിലാക്കി വെച്ചേക്കാണ്. അപ്പോൾ പെട്ടെന്ന് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആവും. അത് ഓരോന്നിനും ഓരോ ഫംഗ്ഷനാണ്. ഇത് ഏകദേശം ഒരു 1 hour മുമ്പ് കഴിച്ചാണെങ്കിൽ ഒക്കെ ഒരു ഫ്യൂ അവേഴ്സ് നിൽക്കുള്ളൂ. പക്ഷേ വേറൊരു ടൈപ്പ് തെറാപ്പിയിൽ പോലത്തെ സാധനങ്ങൾ ഈവൻ 36 hours വരെ ഇതിൻ്റെ ഇറക്ഷൻ നിൽക്കും. ഓക്കെ, അപ്പോൾ ചിലരെന്ത് ചെയ്യും, ഹൈ ആയിട്ടുള്ളത് മേടിക്കും. ഒന്നിൻ്റെ 20 mg മാക്സിമം ആണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ 100 മേടിക്കാം, കൂടുതൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ 100 ആവശ്യമില്ല. പക്ഷേ അവരത് മേടിച്ച് കഴിക്കുന്ന സമയത്ത് അവർ പിന്നെ ഒരു കുഴപ്പമുണ്ട്, കുറേ കഴിയുമ്പോൾ ഇതിന് ഇറക്ഷൻ പോകും. റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പിന്നീട് നമ്മുടെ ബോഡി ഇതിനോട് ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്യും. പിന്നെ ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്കൊരു ഡോപാമിൻ ക്രിയേഷൻ കൂടി ബോഡിയിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം നിൽക്കും. പിന്നെ വന്നിട്ട് പറയും ആദ്യം തുടക്കത്തിൽ വലിയ ആവേശം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളതോടെയും പോയി. അപ്പോഴാണ് ഇവിടെ എത്തണേ. എല്ലാം നിങ്ങളോടാരും ഇത് മേടിച്ച് കഴിക്കാൻ പറഞ്ഞേ, അതെങ്ങനെ മേടിച്ച് കഴിച്ചു, കിട്ടുമല്ലോ, മേടിച്ച് കഴിച്ചു. ഇപ്പോൾ എന്താ പറ്റിയ, ഇപ്പോൾ തീരെ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരും. നോർമലായ ഇവരെ എന്താണോ കാരണം അതിനാണ് പരിഹരിക്കേണ്ടത്. പക്ഷെ പകരം എല്ലാവരും ഇതേമാതിരി എളുപ്പ വഴിയിൽ ക്രിയേറ്റ് ചെയ്ത് അതിന് പ്രശ്നത്തിലേക്ക് എത്തുകയാണ് ലൈറ്ററായിട്ട് ചെയ്യുന്നത്.
ഈ പറയണ സിഡ്നാഫിൽ തന്നെ റെഗുലറായിട്ട് യൂസ് ചെയ്ത കുഴപ്പമാണ്. അല്ലെങ്കിൽ ഒരു ഇറക്ഷൻ പ്രോബ്ലം ഉള്ളവർക്ക് ഡോക്ടർമാർ ഇത് വളരെ ചെറിയ ഡോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് റെഗുലറായിട്ട് കുറച്ച് കാലത്തേക്ക് കൊടുക്കും. അത് വളരെ കുറഞ്ഞ ഡോസാണ്. പക്ഷെ ഇവർ കഴിക്കുന്ന ഏറ്റവും വലിയ ഡോസ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൺട്രോൾ, അതായത് നമുക്കിതിപ്പോൾ ഫാർമസി പോയി നേരിട്ട് മേടിക്കാൻ പറ്റാത്തത്. പക്ഷെ കൊടുക്കുന്ന ഫാർമസിസ്റ്റുകളുണ്ട്, അതിന് നല്ല ലാഭമാണ്. ലീഗലി പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് യൂറോളജിസ്റ്റിനാണ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഒരു നോർമൽ ഡോക്ടർക്ക് വരെ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല. ആ സാധനമാണ് പോയി മേടിച്ചുകൊണ്ട് വരണേ. ജനറൽ ഫിസിഷ്യന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റണതല്ല വയഗ്ര. അപ്പോൾ പക്ഷെ അത് കാരണം യൂറോളജിസ്റ്റ് അത് എക്സാം ചെയ്തിട്ട് കറക്റ്റ് വേയിലെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം അത് കൊടുക്കാനായിട്ട്. ആ മെഡിസിൻ ഇപ്പോൾ ഇവിടെ പോയി മിക്ക ഫാർമസി പോയി അവർക്ക് കൊടുക്കും. എല്ലാ ഫാർമസിക്കാരും അല്ല, അങ്ങനെ മേടിക്കും. ഓൺലൈനിൽ മേടിക്കാൻ പറ്റില്ല, കാരണം അതിന് ബുദ്ധിമുട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ വേണം. അപ്പോൾ ചിലർ ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ വെച്ച് ഇങ്ങനെ കൊണ്ടു കിടക്കും. ഡോക്ടർ എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും, അതും വെച്ച് കൊണ്ടു കിടക്കണമല്ലോ. കാരണം കൺട്രോൾ ഡ്രഗ്സിൽ പ്രിസ്ക്രിപ്ഷൻ ഷീറ്റ് അവർ മേടിക്കുന്ന പോലെ ഫാർമസിക്കാർ ഇത് മേടിച്ച് വയ്ക്കാറില്ല. അപ്പോൾ നമുക്ക് ഒരു സൈക്കാട്രിക് ഡ്രഗ് ആണെങ്കിൽ അവർ ആ പ്രിസ്ക്രിപ്ഷനോടും കൂടെ മേടിക്കും, കാരണം അവർക്ക് കീപ്പ് ചെയ്യും. കാരണം അത് ഒരു ടൈമിലേക്ക് മാത്രമാണ് ആ മെഡിസിൻ ഡോക്ടർ എഴുതി തന്നേക്കുന്നത്. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതും കൊണ്ട് ഇങ്ങനെ നടക്കും. ഇത് അയാളും മേടിക്കും, കൂട്ടുകാരും മേടിക്കും. ഇതൊന്നും ഇല്ലെങ്കിലും ഫാർമസിക്കാരും മിക്കവരും കൊടുക്കണവരുണ്ട്. അപ്പോൾ നാളെ അതിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ ശരീരത്തിലേക്ക് റഷ് ചെയ്യാണ് ഈ സർക്കുലേഷൻ, ബ്ലഡ് ഫ്ലോ. അത് നിങ്ങളുടെ കണ്ണിന് താങ്ങാൻ പറ്റാത്തതാണ് കണ്ണിലേക്ക് റഷ് ചെയ്യുക. കണ്ണിൻ്റെ വെസൽസ് പൊട്ടിക്കും. ഹാർട്ടിൻ്റെ ഇതിലേക്ക് ഭയങ്കരമായിട്ട് തള്ളിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ആസ്പിരിനൊക്കെ പോലത്തെ മെഡിസിൻ കഴിക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് കാർഡിയാക് പ്രോബ്ലംസ് ഉള്ളതാണ്. അല്ലെങ്കിൽ ആസ്പിരിൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ കാർഡിയാക്ക് റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലംസിനാണ് നമ്മൾ കഴിക്കുന്നത്. അഞ്ചീന പോലത്തെ, ഒരു തവണ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, ഒരു മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉണ്ടായിട്ട് വീണ്ടും അത് റീഒക്കർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിക്കുന്നത്. അതിൻ്റെ ബ്ലഡ് തിന്നറാണ്, അതിൻ്റെ ബ്ലഡിൻ്റെ ഫ്ലോനെ കൂട്ടാൻ ഉപയോഗിക്കുന്നത്. കട്ട പിടിക്കുന്നതിനെ സ്റ്റോപ്പ് ചെയ്യാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആസ്പിരിൻ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഡെൻ്റൽ ഡോക്ടറെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു സർജറിക്ക് നിങ്ങൾ ഇത് ചെയ്ത് ഒരാഴ്ച നിങ്ങളോട് നിർത്താൻ പറയും. കാരണം അല്ലെങ്കിൽ ബ്ലീഡിങ് കൺട്രോൾ ആവില്ല. അപ്പോൾ ആ ബ്ലീഡിങ് ഉള്ള ഇങ്ങനെ ഒരു സാധനം അകത്ത് കിടക്കുകയും ഇതോടെയും ചെയ്യുന്ന സമയത്ത് രണ്ട് ഫ്ലോ ആയി. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രോക്കോ ഹെമറേജോ, അത് ഇങ്ങനെ തലയുടെ ബ്ലസൽസ് ഒക്കെ പൊട്ടിക്കുകയും ഹാർട്ട് അറ്റാക്കോ അങ്ങനെ കിഡ്നി അടിച്ചു പോകാനോ, ഇങ്ങനെ മെനി റീസൺസ് സംഭവിക്കാൻ സാധിക്കും. നേരത്തെ സംസാരിക്കുമ്പോൾ ഈ പോൺ അഡിക്ഷനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഈ മറ്റൊരു രീതിയിലുള്ള അഡിക്ഷൻ കൂടി സാർ പറയുണ്ടായി, മാസ്റ്റർബേഷൻ അഡിക്ഷൻ. മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞാൽ കമ്പൾസീവ് മാസ്റ്റർബേഷൻ. അതെങ്ങനെയാണ് കമ്പൾസീവ് മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർ മാസ്റ്റർബേറ്റ് ചെയ്യും. മാസ്റ്റർബേഷൻ ഒരു തെറ്റല്ല, ഇറ്റ്സ് എ നോർമൽ ഫോം ഓഫ് നമ്മുടെ ഒരു ഫീലിംഗ് ആണ്, വിശപ്പും ദാഹമൊക്കെ പോലെ തന്നെ. പക്ഷെ പല ആളുകളും പറയുന്നത് ആളുകൾക്കനുസരിച്ച് സബ്ജക്റ്റീവായി മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരാൾക്ക് അങ്ങനെ തോന്നുകയാണ് ഒരു ദിവസം ഒരു 5-6 വട്ടം മാസ്റ്റർബേറ്റ് ചെയ്യണമെന്ന്, അത് വളരെ ഓക്കെയാണ്. അങ്ങനെയൊക്കെ ഈ പറഞ്ഞ സെക്സ് വെൽനസ് ഗുരുക്കളാണ് ഇതൊക്കെ പറയുന്നത്. ശരിക്കും ഇതിനൊരു സമയമുണ്ടോ, അല്ലെങ്കിൽ ഇതിനൊരു ക്രമമുണ്ടോ? എങ്ങനെയാണ് ഇതിനൊന്നും മനസ്സിലാക്കുക? എന്തും നിങ്ങൾക്കൊരു ബിഹേവിയർ അഡിക്ഷൻ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പാറ്റേൺ ആവും. കാരണം മാസ്റ്റർബേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റ് ഡോപ്പാമിനാണ് കിട്ടുന്നത്. നാളെ നിങ്ങൾ ഈ ഡോപ്പാമിൻ പ്ലഷറബിൾ യൂസിനാണോ അതേ നിങ്ങൾ ഒരു സ്ട്രെസ് റിലീഫ് ചെയ്യാനോ ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ വെനെവർ യു ഗെറ്റ് സ്ട്രെസ് യു സ്റ്റാർട്ട് ഡൂയിങ് ദി സെയിം മാസ്റ്റർബേഷൻ. അപ്പോൾ ഇത് പിന്നെ കമ്പൾസീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ഒരു ദിവസം 6, 7, 8 പ്രാവശ്യം ചെയ്യുന്ന ഒരു ബിഹേവിയറാണ് കമ്പൾസീവ് മാസ്റ്റർബേഷൻ എന്ന് ചെയ്യുന്നത്. അതേസമയം നമ്മൾ വൺസ് ഇൻ എ ഡേയോ, ഡിപ്പെൻഡ്സ് യുവർ ഏജ്. ഇഫ് യു ആർ യങ്ങർ ദർ ഇസ് ചാൻസ് എല്ലാ ദിവസവും. ഒരു ഏജ് കൂടുന്നതോറും ഇതിൻ്റെ ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാകും. ചിലപ്പോൾ ഏജ് കൂടുന്നതിലും ചിലരിൽ മാസ്റ്റർബേഷൻ റെഗുലറായിട്ട് ചെയ്യുന്നത് ഇതുണ്ട്, അവർ ഈ ഹോർമോണൽ ഇത് മറ്റ് പല റീസൺ കൊണ്ടും. അപ്പോൾ നമ്മുടെ ആ ഒരു എന്താണ് നിങ്ങൾക്ക് വിശപ്പ് അമിതമായിട്ട് വരുന്നു. അപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ വന്ന സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ ഒരു നോർമലായൊരു ഫീലാണ് സെക്ഷൽ അർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ഒരു നോർമൽ ലെവലിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു ഹാബിച്വൽ ഫോമിലേക്ക് വരുന്നു, കമ്പൾസീവ് ബിഹേവിയർ ആയിട്ട് മാറുന്നു. അങ്ങനെ വരുമ്പോഴാണ് അത് പ്രോബ്ലമായിട്ട് വരുന്നത്. പോൺ അഡിക്ഷൻ എങ്ങനെയാണ്? പോൺ അഡിക്ഷൻ ഭയങ്കരമായിട്ടൊരു അഡിക്ഷനാണ്. നമ്മൾ പലരും കരുതും ഡ്രഗ് അഡിക്റ്റ് ആവുന്നുണ്ട്, സ്മോക്കിംഗ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്. ഈ സ്മോക്കിങ്ങിനും ആൽക്കഹോളിനൊക്കെ വലിയൊരു അഡിക്ഷനാണ് പോൺ അഡിക്ഷൻ. നിങ്ങളുടെ ഒരു ബ്രെയിനിൻ്റെ ഒരു സ്കാൻ എടുത്തു കഴിഞ്ഞാൽ, സ്പെക് സ്കാൻ എന്ന് പറഞ്ഞാൽ സ്കാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പോൺ അഡിക്ഷൻ. രണ്ടാമത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കും. ലോട്ട്സ് ഓഫ് എനർജി യു ആർ സ്പെൻഡിങ് വിത്ത്, നിങ്ങൾ അവേഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. തുടക്കത്തിൽ നിങ്ങൾക്ക് പോൺ അഡിക്റ്റായ ഒരു വ്യക്തിക്ക് ആദ്യം അഡിക്ഷൻ ആയുള്ള ബിഹേവിയറിനെ
ആദ്യം നിങ്ങൾക്ക് ബോറിങ് വരുന്നു, ലോൺലെസ് വരുന്നു, സ്ട്രെസ് വരുന്നു. നിങ്ങൾ അറിയാതെ ചിലപ്പോൾ രാത്രി ഒറ്റയ്ക്ക് ഇരിക്കും, ഫോൺ കുറച്ച് നേരം കാണാൻ ടെൻഡൻസി ഉണ്ടാവും. ഗ്രാജുവലി നിങ്ങൾ അവേഴ്സ് അവിടെ സ്പെൻഡ് ചെയ്യാൻ കാരണം എന്തെന്ന് പറയും, മുമ്പ് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ യു വിൽ സെർച്ച് ഫോർ ഡിഫറെൻറ്റ് കണ്ടൻറ്റ്. നിങ്ങൾക്ക് നോവൽറ്റി, ഡിഫറെൻ്റായ എക്സൈറ്റഡ് കണ്ടൻറ്റിന് വേണ്ടി നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കാണാതെ മോർ ഡീപ്പ് സെർച്ചിലേക്ക് പോകും. അങ്ങനെ അവേഴ്സ് സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷനിലേക്ക് വരണേ. അങ്ങനെ ഇതിനു വേണ്ടി അവേഴ്സ് സ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവസാനം ഈ ഡോപ്പാമിൻ നിങ്ങൾക്ക് കിട്ടാതെ വരും. സ്റ്റിൽ നിങ്ങൾ ഈ സെർച്ചിങ് ഇങ്ങനെ അവേഴ്സ് സ്പെൻഡ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് തുടർന്നുകൊണ്ടിരിക്കും. പിന്നീട് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ നിങ്ങൾ അതിൽ കാണുന്ന ഇമേജുകളൊക്കെ നിങ്ങളെ ബാധിക്കും. ഇതാണ് റിയൽ എന്ന് കരുതും. ചിലർ ഈ ഫോൺ കണ്ടിട്ട് എത്രയോ പേര് ഇവിടെ കപ്പിൾ കൗൺസിലിംഗ് വന്നിട്ട് അതാണ് റിയൽ എന്ന് കരുതിയിട്ട് ഫാമിലിയോട് അപ്രോച്ച് ചെയ്യും. കല്യാണം കഴിയുമ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആവുന്ന സമയത്ത് അതിലുണ്ടായ ഡിഫറെൻ്റായ എക്സൈറ്റ്മായ ടെക്നിക്കുകൾ യൂസ് ചെയ്യും. അതിൽ അവേഴ്സ് ഇൻ്റർകോഴ്സ് ചെയ്യുന്നത് കണ്ടിട്ട് അത് തന്നെയാണ് ഇവിടെ നിന്ന് വരും. അപ്പോൾ അവിടെ ഫെയിലിയർ ആവും. അപ്പോൾ പിന്നെ അവിടെ വളരെ ക്ലോസ് ആയിട്ടാണ് ക്യാമറ നിങ്ങൾ ഫിറ്റ് ചെയ്യുന്നത്. അവർ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സിനിമ പോലെ അഭിനയിക്കുകയാണ്. അതിനൊരു പെർഫോമേഴ്സാണ് അവർ, പ്രൊഫഷണൽസാണ്. അതിന് സ്ക്രിപ്റ്റ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, എൻ്റർടൈൻമെൻ്റ് ആണ്. എല്ലാം വളരെ ക്ലോസ് ആയിട്ട് സൂം ചെയ്തിട്ട് ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഒരു തവണ കിട്ടിക്കഴിഞ്ഞാൽ ഇതിലും ചെറുത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡായി മാറും. അത് ഇവിടെ എക്സ്പെക്ട് ചെയ്യുമ്പോൾ അത് അവിടെ കിട്ടാതെ വരും. ഇവിടെ ബോറിങ് അനുഭവപ്പെടും. ഇവിടെ പിന്നെ നിങ്ങൾ ഇൻറ്റിമസി കുറയും, അവിടെ പോയിരിക്കും. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പോൺ ഇൻഡ്യൂസ് ഇറക്ഷൻ ഡിസ്ഫങ്ഷൻ. അത് നിങ്ങളുടെ ഇറക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ പോൺ. നേരത്തെ പറഞ്ഞു ആ പോൺ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇറക്ഷൻ കിട്ടുള്ളൂ. നോർമൽ സെക്ഷനിൽ നിങ്ങൾക്ക് ഇറക്ഷനേ കിട്ടില്ല. കാരണം നിങ്ങളുടെ ബ്രെയിൻ അതായിട്ട് യൂസ്ഡായി. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ചേഞ്ചസും ഉണ്ടാവില്ല. പ്രശ്നമായി, ഡിവോഴ്സായി, പ്രശ്നങ്ങളായി, ആദ്യം ഫാമിലി കോൺഫ്ലിക്റ്റുകളായി, റിലേഷൻഷിപ്പ് ബ്രേക്കായി, വഴക്കായി. നമ്മുടെ സ്വന്തം പ്രോബ്ലം ഒളിച്ചു വെക്കാനായിട്ട് വഴക്കിടുന്നവരുണ്ട്. കാരണം പ്രശ്നം എൻ്റെ എന്ന് പറഞ്ഞാൽ നടക്കടല്ലേ. അങ്ങനെ അത് ഡിവോഴ്സിലേക്ക് വരെ എത്തുന്നു. ഒത്തിരി ഡിവോഴ്സ് കേസുകൾ ഈ ഒരു കേസിൻ്റെ ഈ സെക്ഷൽ പ്രോബ്ലംസിൻ്റെ കാര്യത്തിലുണ്ടായിട്ടുണ്ട്. ഫോൺ കൊണ്ടുണ്ട്. പിന്നെ അപ്പോൾ സ്ത്രീകൾ റിയാക്ട് ചെയ്യും, അവർക്ക് ട്രസ്റ്റ് പോകും. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും. അന്ന് ചില കപ്പിൾസ് അവർ രണ്ടുപേരും മ്യൂച്വലായിട്ട് വൺസിൻ്റെ വയലൊക്കെ ഒരുമിച്ചിരുന്ന് കാണുന്ന കപ്പിൾസും കണ്ടിട്ടുണ്ട്. അത് ബോത്ത് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് അവർ മ്യൂച്വലായിട്ട് ഒരു ഫ്യൂ ടൈം ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടല്ലേ രസത്തിന് വേണ്ടി. ഇറ്റ്സ് ഓക്കെ. ഇതൊരു അഡിക്ഷൻ, എന്തും അഡിക്ഷൻ ബിഹേവിയറിലേക്ക് പോകും. വൺസിൻ്റെ വയലിൽ ഒരാൾ ഫോൺ കണ്ടുകൊണ്ട് അഡിക്ഷനിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ ഫോൺ ഇതിലൊരു രസം കിട്ടും നമ്മുടെ ബ്രെയിനിൽ. ബ്രെയിൻ എപ്പോഴും പ്ലഷർ സീക്കിംഗ് ആണ്. എന്ത് പ്ലഷറിൻ്റെ പുറയിൽ നിങ്ങൾ പോകുന്നു, സൂൺ ഓർ ലേറ്റർ നിങ്ങൾക്ക് പെയിൻ അനുഭവപ്പെടും. കാരണം പ്ലഷറിൻ്റെ പുറകെ പോകുന്നൊരു വ്യക്തിക്ക് ഇന്നലെ നാളെ പെയിൻ ഉണ്ടാവും. അപ്പോൾ രണ്ടും രണ്ട് ഹോർമോണാണ് ഉപയോഗിക്കുന്നത്. ഹാപ്പിനെസ്സിൽ ഉപയോഗിക്കുന്ന ഹോർമോൺ, ഹാപ്പിനെസ് എ കൈൻഡ് ഓഫ് ആക്റ്റാണ്. നിങ്ങളൊരാളെ സഹായിച്ചു, അത് നിങ്ങൾക്ക് എത്ര വന്നാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു, അവിടെ ഹാപ്പിനെസ്സാണ് ഉപയോഗിക്കുന്നത്. ആ ടൈപ്പിലല്ല, ഇതൊരു പ്ലഷറാണ്. ഈ അധികാരം ഒരു പ്രഷർ തന്നെയാണ്. ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു MLA ഒരാൾ ഒരു തവണ മന്ത്രിയായി നോക്കി, പിന്നെ അയാൾക്ക് ഒരിക്കലും MLA ആയി കഴിഞ്ഞാൽ ഈ പ്ലഷർ കിട്ടില്ല. അത് തന്നെയാണ് ഈ ഡ്രഗ്സിലും സംഭവിക്കുന്നത്. ഡ്രഗിൽ MDMA പോലത്തെ ഡ്രഗ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഹൈ പീക്ക് പ്ലഷറിലേക്ക് നിങ്ങൾ എത്തണേ. ആ പീക്ക് പ്ലഷറിൽ നിങ്ങൾക്ക് ഡോപ്പാമിൻ്റെ ഏരിയ കംപ്ലീറ്റ് തകർന്നു കളയും. പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ചെറിയൊരു കാര്യത്തിൽ പോലും സന്തോഷം കിട്ടില്ല. കാരണം നിങ്ങളുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലേക്ക് പോയി കഴിഞ്ഞു. പിന്നെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷമേ അനുഭവപ്പെടില്ല. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ സന്തോഷമില്ലാത്ത അവസ്ഥയിൽ പിന്നെ അവർക്ക് സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ ഇതേ MDMA കഴിക്കണം. പക്ഷേ ആ MDMA കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം വൺസിൻ്റെ വീക്ക് കഴിച്ചപ്പോൾ കിട്ടിയതല്ല, പിന്നെ നിങ്ങൾ അത് എണ്ണം കൂട്ടി വരും, പിന്നെ ഫ്രീക്വൻസി കൂട്ടി വരും, പിന്നെ ഒരു ദിവസം 2-3 പ്രാവശ്യം ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ഒരുപാട് കേസസ് ആദ്യം ഇത് റാൻഡ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഇത് പീരിയോഡിക് ആയിട്ടുള്ള ഇന്റർവെൽസിൽ ഈ പറഞ്ഞ പോലെ ഡ്രഗിന്റെ എഫക്റ്റ് കൊണ്ട് പോലീസ് വണ്ടി തല്ലി തകർക്കുക, അമ്പലങ്ങളിൽ കയറുക, പള്ളികളിൽ കയറുക, നാട്ടുകാർ പിടിച്ച് കെട്ടിയിട്ടിട്ട് പോലീസിനെ ഏൽപ്പിക്കുക, ഇങ്ങനത്തെ കേസസ് കുറച്ചധികം കൂടുതലായി വരുന്നു. ഇപ്പോൾ പണ്ട് ഈ യൂറോപ്പിലും ന്യൂയോർക്കിലും ഒക്കെ സ്ട്രീറ്റുകളിൽ ആളുകൾ സോംബിയെ പോലെ നടക്കുന്നു എന്നുള്ളത് നമ്മളൊരു വിചിത്ര കാഴ്ചയായി കണ്ടുകൊണ്ടിരുന്ന സമയത്തൊന്ന് മാറി ഇതിപ്പോൾ നമ്മുടെ ആലുവയിലും കളമശ്ശേരിയിലൊക്കെ അങ്ങനത്തെ ആളുകളെ പിടിക്കുന്നു, പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, അവരിൽ നിന്ന് കിലോ കണക്കിന് MDMA പിടിക്കുന്നു. ഇപ്പം ഹരിയാന സ്വദേശിയായിട്ടുള്ള ഒരു IT ജീവനക്കാരൻ കൊച്ചിയിലെ വീട്ടിൽ കഞ്ചാവ് വളർത്തിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ഡ്രഗിന്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഡ്രഗ് പരക്കുന്ന ഒരു അവസ്ഥ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവൈലബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗ്ലോബലൈസേഷൻ ആയതോടുകൂടി ഇപ്പോൾ എന്തും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഈസി ആയല്ലോ. പിന്നെ നമ്മളെപ്പോഴും ഈ നോവൽറ്റി സീക്കിംഗ് ആണ് എല്ലാവരും. അത് ആണും പെണ്ണൊന്നും വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ.
എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെ പുറകിൽ ആരാ സന്തോഷം ആഗ്രഹിക്കാത്തതെന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അമിത സന്തോഷം വേണം. അപ്പോൾ ഈ സന്തോഷം ഇതിൻ്റെയൊക്കെ ഒറ്റത്തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഡിക്ഷൻ ആക്കുന്ന ഒരു സാധനമാണ് MDMA ഒക്കെ. അപ്പോൾ അത്രമാത്രം അഡിക്റ്റീവാണ് ഈ കെമിക്കൽ ഡ്രഗ് എന്ന് പറയുന്നത്. അത് അവരുടെ ഇതിലേക്ക് വലയത്തിൽ ചെന്ന് വിട്ടു. വലയത്തിൽ ചെന്ന് പെടുന്ന ആൾ നാളെ അവരുടെ ഏജൻ്റായി മാറുകയാണ്. കാരണം ആദ്യം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഫ്രീ ആയിട്ട് കൊടുത്ത് അതിൻ്റെ രസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് രീതിയിൽ നമ്മൾ മേടിക്കും. കാരണം മേടിച്ചേ പറ്റുള്ളൂ, ഗതികേടാണ്. അല്ലെങ്കിൽ അതില്ലാതെ വിഡ്രോവൽ സിംറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര അവസ്ഥയാണ്. അത് ഏറ്റവും അവസ്ഥ അനുഭവപ്പെടുന്നത് ഇവർ പോലീസ് പിടിക്കുമ്പോഴാണ്. കാരണം ഒരു മാർഗ്ഗമില്ല കിട്ടാനായിട്ട്, തല തല്ലി പൊളിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ റെസ്റ്റ്ലെസ് എന്ന് പറഞ്ഞ സിൻഡ്രം ഇവരെപ്പോഴെങ്കിലും പോലീസിൽ പിടിയിൽ പെടും, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പത്തിലേക്ക് വിടും, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നത്തിലേക്ക് വിടും. സ്വന്തം മകൻ കണ്ണ് പൊട്ടിച്ച് തല്ലി പൊട്ടിച്ചൊരു കേസ് ഇവിടെ ചാലക്കുടിയിൽ നിന്ന് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായി. ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് ബോധമില്ലാതെ. അതിലും ഭീകരമാണ് സ്വന്തം അമ്മേനെ ഇൻ്റർകോഴ്സ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് വയ്ക്കും, ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ ബോധത്തിൻ്റെ ലെവല് കംപ്ലീറ്റ് വേറൊരു ബോധത്തിലേക്ക് നിങ്ങൾ പോകും. റിയാലിറ്റിയിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ് മാറും. എന്താണ് ചെയ്യണേന്നുള്ളത് പല സമയത്ത് നമ്മൾ വായിക്കുന്ന അച്ഛൻ ഇങ്ങനെ ചെയ്തു, മകൻ ഇങ്ങനെ ചെയ്തു, ഇതൊന്നും അവർ പലരും നമ്മളപ്പോൾ ഉടനെ കരുതും ഓ ഇങ്ങനെ ചെയ്തുല്ലോ. ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു ഡ്രഗ് അബ്യൂസ് ഉണ്ട്. നോർമലായ പേഴ്സൺ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷെ അതാരും നോക്കാറില്ല. ഒന്നിലും ഡ്രഗ് യൂസോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ടോ. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ തരം കാര്യങ്ങളിലേക്ക് ഒരാൾ ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ ഇന്നലെ ഒരു വേദലക്ഷ്മി എന്നുള്ളൊരു ആക്ടർ ഇൻഫ്ലുവൻസറിനോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവരിപ്പോൾ ഈ ടെലഗ്രാം ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ ആയിട്ടും പുറത്തു വരുന്ന ഒരുപാട് ഈ പ്രീമിയം കണ്ടന്റുകൾ, അത് കുട്ടികളുണ്ടാക്കുന്ന എഫക്റ്റിനെ പറ്റിയിട്ട് എന്നോടൊരു സംഭവത്തെ അതിൻ്റെ ഒരു സീരീസ് ഓഫ് സംഭവങ്ങളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും ടെലഗ്രാമിലായാലും പെയ്ഡ് പ്രീമിയം കോണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്, ആക്ടേഴ്സും ഉണ്ട്. അതായത് പണം കൊടുത്ത് മന്ത്ലി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അവരുടെ പ്രീമിയം കണ്ടന്റുകൾ കാണാം. അതിപ്പോൾ പല വിധത്തിലായിരിക്കാം. ചില സമയത്ത് അത് ഒരു ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആയിരിക്കാം, ചില സമയത്ത് സ്ലീസി ആയിട്ടുള്ള ഒരു ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോണ്ടന്റ് ആയിരിക്കും. ഇത് മാറി മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഏറ്റവും അധികം പ്രീമിയം കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബൈ ഡിഫോൾട്ട് അതൊരു സ്ലീസി സെക്സി കോണ്ടന്റ് ആയിരിക്കും എന്നുള്ളൊരു ധാരണയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഫോൺ എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ഇത് കുട്ടികളിലേക്ക്, അതായത് 18 വയസ്സ് താഴെയുള്ള കുട്ടികളിലേക്ക് എളുപ്പം എത്തുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇപ്പോൾ റീൽസും കോക്കമെലൊക്കെ കാണിച്ചിട്ടാണ് കുട്ടികൾക്ക് ചോറ് പോലും കൊടുക്കുന്നത്. അപ്പോൾ ഈ കോണ്ടന്റുകൾ ഉണ്ടല്ലോ, ഈ കോണ്ടന്റുകൾ കുട്ടികളെ ഏത് രീതിയിലാണ് ബാധിക്കുക? അതൊന്ന്. രണ്ട്, ഇപ്പൊ കാണിക്കാൻ ആളുണ്ട്, കാണാൻ ആളുണ്ട്, അപ്പൊ പിന്നെ ഇതിലെന്താ തെറ്റ് എന്നുള്ളൊരു നെറേറ്റീവ് കൂടി വരുന്നുണ്ടല്ലോ. അതിനെ നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യും? ഇത് രണ്ടിനും ഉത്തരം പറഞ്ഞു തരും. ഇതിൻ്റെ പുറകിലെല്ലാം നമ്മുടെ മൈൻഡ്, ഒരു മനുഷ്യ മൈൻഡിന് പ്ലഷർ സീക്കിംഗ് ടെൻഡൻസി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മളീ പോകുന്ന എല്ലായിടത്തും ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഒരു തരത്തിലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഈ ഡിസ്ട്രാക്ഷൻസ് എല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഡോപ്പാമിൻ ഒരു സീക്കിങ്. ഡോപ്പാമിനാണ് നമുക്ക് റിവാർഡ് കിട്ടുന്ന ഹോർമോൺ. അത് എസ്പെഷ്യലി അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ബിഞ്ച്, ഈ നമ്മളിത് കണ്ടിന്യൂ ആയിട്ട് ബിഞ്ച് വാച്ചിങ് അല്ലെങ്കിൽ സ്ക്രോളിങ്, ഇതെല്ലാം നമ്മളൊക്കെ എടുത്തിരിക്കുന്നത്. അത് ടിക്ടോക്ക്, ഷോർട്ട് വീഡിയോസ്, റീൽസ്, ലോങ് വീഡിയോസിന് ഈ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇവരെല്ലാം നമ്മളെ എത്തിക്കുന്ന ആ ഒരു ട്രാപ്പിലേക്ക് എത്തിക്കുക എന്നുള്ള ഈ കമ്പനിയുടെ മെയിൻ എയിം അതാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഹെൽപ്പ് ചെയ്യുന്ന ന്യൂസ് ഫീഡുകളൊക്കെ ഉണ്ട്. അവിടെ നിങ്ങൾ ഒരു തവണ ഒരു സാധനം കണ്ടു നോക്കി, നാളെ അത് തന്നെയാണ് നിങ്ങളെ റിപ്പീറ്റായിട്ട് തരുന്നത്. നിങ്ങൾ വീണ്ടും ആ കുഴിയിലേക്ക് വീഴാണ്. എനിക്കിഷ്ടമുള്ളത് വീണ്ടും വന്ന് വീണ്ടും അതിൽ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ഡോപ്പാമിൻ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് പ്ലഷറബിൾ, ഇൻസ്റ്റൻറ്റ് റിലീഫ്. ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് ഷെയിം, ഗിൽറ്റ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും. എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എഫർട്ട് ആവശ്യമുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. എഫർട്ട് ആവശ്യമുള്ള നിങ്ങൾക്ക് ഒരു ലോങ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഫാസ്റ്റായി കളയും. നിങ്ങളുടെ ആ കപ്പാസിറ്റി നശിച്ചു പോകും. കാരണം നിങ്ങൾക്ക് പിന്നെ ഈസി വേയിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പഠിക്കുന്ന കുട്ടികളിലാണെങ്കിൽ പഠനം വളരെ ഡ്രോപ്പ് ആകും. കാരണം പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോൾ എഫർട്ട് എടുക്കാൻ പറ്റില്ല, കാരണം ബ്രെയിൻ ലേസി ബ്രെയിനിലേക്ക് പോയി. അപ്പോൾ ഈ ഒരൊറ്റ ഉദ്ദേശമാണ് ഈ കമ്പനികളുടെ. നിങ്ങളവിടെ എത്തിക്കഴിഞ്ഞാൽ അട്ടിമത്ത്. എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത് എന്ന് പറയും. അതിലും ഡേഞ്ചറാണ്. ഇത്ര വലിയ കുഴപ്പമാണ് ഗ്രാജുവലി സിഗരറ്റ്. അതിലും പെട്ടെന്ന് അഡിക്റ്റ് ആവുന്നതാണ് ഈ പറയണ ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, ഷോർട്സ്.
അപ്പോൾ ഇതെല്ലാം അതായത് നിങ്ങൾക്ക് ഇപ്പൊ പലപ്പോഴും നമ്മുടെ ഈ ഫോണിന് ഇപ്പൊ ഒരുവിധപ്പെട്ട എല്ലാ ഫോണിലും ഈ മന്ത്ലി ഒരു അനാലിസിസ് ഡാറ്റ ഒക്കെ വരും. ആ അത് ഇപ്പൊ ഓൺ ആൻ ആവറേജ് ഒരു സ്ക്രീൻ ടൈം ഒരാളുടെ 9 മണിക്കൂറാണ്. ഇതിലെ ഒരു 4-4.5 മണിക്കൂറും റീൽസും അല്ലെങ്കിൽ FBയിലത്തെ കോണ്ടന്റും ഷോർട്ട് കണ്ടന്റും യൂട്യൂബിലും ഷോർട്സും കണ്ടിട്ടാണ് അവർ ചെലവാക്കുന്നത്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഇപ്പൊ ഭാവിയിൽ എഫേർട്ട് എടുക്കണം. സേ ഇപ്പൊ ഒരു 5 കിലോമീറ്റർ ഓടാനോ അല്ലെങ്കിൽ സേ കുറച്ച് പഠിച്ചുകൊണ്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാനോ അങ്ങനെയുള്ള ലോങ് ടേം റിവാർഡുകൾ കിട്ടുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള നമ്മുടെ മൈൻഡ് സെറ്റിനെ അല്ലെങ്കിൽ നല്ലൊരു ഫിസിക് ഉണ്ടാക്കാനോ ഒക്കെ ഉള്ള നമ്മുടെ ഒരു മൈൻഡ് സെറ്റിനെ പതുക്കെ പതുക്കെ ഇത് കില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. വളരെ പെർഫെക്റ്റ് ആയിട്ട്. അതായത് നമുക്ക് വേണ്ട സ്റ്റേബിൾ ഡോപ്പാമിനാണ്, സ്ലോ ഡോപ്പാമിൻ. ആ സ്ലോ ഡോപ്പാമിൻ എങ്ങനെ കിട്ടുന്നത്? നമ്മൾ ഈ പറഞ്ഞ എക്സസൈസ്, ഹാബിറ്റ്, ഇഫ് യു കംപ്ലീറ്റ് എ സ്മോൾ ടാസ്ക്, അങ്ങനെ ബോഡി ആക്ടിവിറ്റി മൂവ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റ്സ്, ഷോർട്ട് ടൈം ഗോൾസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്, ഹോബീസ് കംപ്ലീറ്റ് ചെയ്യുന്നത്, എക്സസൈസ്, ജിം, ഇതിലൂടെയൊക്കെ കിട്ടുന്ന ആക്ടിവിറ്റീസിലൂടെ കിട്ടുന്നത്. അത് ഡിലേയ്ഡ് ആണ് അതിൻ്റെ റിവാർഡ്, പക്ഷേ ലോങ് ടൈം ആണ്. ഇത് ഇൻസ്റ്റൻ്റ് ആണ്, ഇമ്മീഡിയറ്റ് ആണ്. അപ്പോൾ ഈ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന എന്ത് സാധനം, ഇൻസ്റ്റാഗ്രാം, അതിലേക്ക് മനുഷ്യൻ ചാടുന്നു, റിലീഫ് കിട്ടുന്നു, പക്ഷേ ടെമ്പററി ആണ്. ലോങ് ടൈമിലേക്ക് ക്രിയേറ്റിവിറ്റി പോകുന്നു. പ്രോക്രാസ്റ്റിനേഷൻ, ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് ലേസി പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ടോ, ഞങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് ഡോപ്പാമിൻ അഡിക്ഷൻ ഉണ്ടോ എന്നാണ്. ഓക്കെ, ഈ വ്യക്തിക്ക് മിക്കവാറും ഡോപ്പാമിൻ അഡിക്ഷൻ ഉണ്ടാവും. കാരണം ഈ വ്യക്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എഫർട്ട് വേണമല്ലോ എന്ന് കരുതിയിട്ട് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും, നീക്കി വയ്ക്കും. നാളെ 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 എന്ന് പറയും. നാളെ എത്തുമ്പോൾ വീണ്ടും നാളെ, അങ്ങനെ വീക്സ് ആൻഡ് മന്ത്സിലേക്ക് പോകും. അവസാനം ഈ വ്യക്തിയോട് തന്നെ ദേഷ്യം തോന്നും, ഇറിറ്റേഷൻ തോന്നും. എഗെയിൻ ഈ വ്യക്തി അതിലേക്ക് തന്നെ അഡിക്റ്റ് ചെയ്യപ്പെടും. സ്ക്രീൻ ടൈം താങ്കൾ പറഞ്ഞ മാതിരി 8 to 9 hours വരെ യൂസ് ചെയ്യുന്ന ആവറേജ് ആണ് ഇപ്പോഴത്തെ ആളുകൾ. അപ്പോൾ നമുക്ക് എത്ര ടൈം നമുക്ക് ഇതിൻ്റെ വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ് നമുക്കൊരു സിർക്കഡിയൻ റിതം ഉണ്ട് നമ്മുടെ ബ്രെയിൻ ഉറങ്ങാനുള്ളത്. ഇതൊക്കെ ബ്രേക്ക് ചെയ്യാണ്. ഉറങ്ങേണ്ട സമയത്ത് പോലും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എനർജി ഉണ്ടാവില്ല, പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല, ഒരു തളർന്ന രീതിയിലുള്ള. ഇങ്ങനെയുള്ളവരെ വർക്കിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പോലും വർക്ക് ചെയ്യുന്ന ആൾ പോലും ആ ഒരു പ്രൊഡക്ടിവിറ്റി അയാൾ കാണിക്കില്ല, അയാളെ പിരിച്ചുകൊണ്ടുണ്ടവർ. മിക്കവാറും ഇവരെല്ലാം അവിടുത്തെ ഒരു നഷ്ടത്തിലേക്ക് എത്തി വരും. ലാസ്റ്റ് ഇതിലേക്ക് അഡിക്റ്റ് ആവുന്നൊരു ഇത് വരും. എൻ്റെ അടുത്ത് ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു 1-2 weeks മുമ്പ് വന്നിട്ടുള്ള 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. അവൻ രാത്രി മുഴുവൻ വെളുപ്പിന് 9 AM ഉറങ്ങണേ. എത്ര? 9 AM ഉറങ്ങണേ. അപ്പോൾ രാത്രി മുഴുവൻ അവൻ അവൻ ഇത് മാത്രമല്ല, വീഡിയോ ഗെയിം രണ്ടുമുണ്ട്, അതും അഡിക്ഷൻ തന്നെയാണ്. പിന്നെ അവൻ കിടന്നിട്ട് 9 മണിക്ക് കിടക്കും, പിന്നെ വൈകിട്ട് 3 മണിക്ക് എണീക്കണം. പിന്നെ വൈകിട്ട് എണീറ്റാലും വീണ്ടും ഇതേ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇവൻ PG ചെയ്തുകൊണ്ടിരിക്കുക, PG അങ്ങ് നിർത്തി. പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, കാരണം ഇവൻ്റെ അഡിക്ഷൻ ആയതുകൊണ്ട് അവിടെ എഫക്റ്റ് എടുക്കാനും എല്ലാത്തിനെയും ബാധിച്ചു എന്ന് മാത്രം. എഡ്യൂക്കേഷൻ മാത്രമല്ല, ഇവന് ഡിപ്രഷനിലേക്ക് പോയി. അവനോട് തന്നെ വിഷമമുണ്ട്, ദുഃഖമുണ്ട്. പക്ഷേ അവൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങില്ല. പകരം ഇത് മാത്രമാണ് ആക്ടിവിറ്റി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തും. ഒത്തിരി കേസുകൾ നമ്മളിപ്പോഴത്തെ വന്ന ഏറ്റവും കൂടുതൽ ഇത് ഏത് ഏജിലുണ്ട്. എന്നാൽ നമ്മൾ കാണുന്നത് ചെറുപ്പക്കാരിലാണ്. ഇതിന് ഭയങ്കര അഡിക്റ്റീവായിട്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഇത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഫോൺ എടുത്ത് കണ്ട് അതിന് അവരുടെ ബ്രെയിൻ അഡിക്റ്റ് ആയിട്ട് വരുന്നു. പെർഫോമൻസിൽ കുറയുന്നു, സ്റ്റഡി സ്കില്ലുകൾ, സ്റ്റഡിയിലുള്ള റിസൾട്ടിൽ അഫക്റ്റ് ചെയ്യുന്നു. മുമ്പ് ടൈം സ്പെൻഡ് ചെയ്തിരുന്ന ഒരു ആക്ടിവിറ്റിയിലും ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കരമായ ബുദ്ധിമുട്ടിലേക്കാണ് ഇതെത്തുന്നത്. അത് ഈ ബിഞ്ച് സ്ക്രോളിങ് മാത്രമല്ല കേട്ടോ, ആൻറ്റിസിപ്പേറ്റഡ് ആയി, അതായത് എനിക്ക് റിവാർഡ് കിട്ടുമെന്നുള്ള എല്ലാ കാര്യങ്ങളും, ഞാൻ ലൈക്സ്, കമൻറ്റ്സ്, ഇതൊക്കെ ഫാസ്റ്റ് ഡോപ്പാമിനാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് തീർന്നു. പക്ഷെ കിട്ടണ വരെ. അപ്പോൾ അത് എനിക്ക് കുറച്ച് ലൈക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തിലാണ് ലൈക്സ് കിട്ടിയത്, മോർ ലൈക്സ് കിട്ടാൻ ടെൻഡൻസി ഉണ്ടാവും. അടുത്ത തവണ എനിക്ക് ലൈക്ക് വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കും. ഇതിലെല്ലാം അങ്ങനെ തന്നെയാണ് നടക്കണേ. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞതിൻ്റെ ഭാഗമാണ്. സ്ക്രോളിങ് മാത്രമല്ല, കമൻറ്റ്സ്, ലൈക്ക്, ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ്, ഇതെല്ലാം നമുക്ക് ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ ഈ ചാറ്റിൽ തന്നെ കണ്ടിന്യൂ ആയിട്ട് ഇരുന്നതും അഡിക്ഷൻ തന്നെ. ഞാൻ വളരെയധികം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് ഈ ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നതും സിനിമാ നടന്മാരുടെ നടിമാരാണ്. പുതിയ കുറെ ആക്ടേഴ്സ് അവര് ഫോണിന്റെ നോട്ടിഫിക്കേഷൻ ബാർ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്.
കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ഡയലോഗ്സ് മകപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു കഥാപാത്രമാവാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ട്. അത് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അതിന് ടിങ് 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 എന്നുള്ള മെസ്സേജസ് ഇപ്പോൾ അക്കൗണ്ടിൽ പൈസ വീണതാണോ അല്ലെങ്കിൽ അയാൾ വാട്സപ്പ് മെസ്സേജ് അയച്ചതാണോ അതോ എന്താണ് എന്നുള്ള അറിയാനുള്ളൊരു കാര്യം അപ്പുറത്തുള്ളത് കാരണം കൊണ്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബാറുകൾ ഓഫ് ചെയ്യുന്ന ആക്ടേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഡിജിറ്റൽ ഡീടോക്സ്, അതായത് കംപ്ലീറ്റ്ലി ഫേസ്ബുക്ക്, ഇൻസ്റ്റ, സ്നാപ്ചാറ്റ് അങ്ങനെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ മൊത്തം ഡീടോക്സ് എടുത്തിട്ട് റിയൽ ലൈഫിനെ എംബ്രേസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ സ്മാർട്ട് ഫോൺ തന്നെ ഒഴിവാക്കുന്ന അവസ്ഥയുണ്ട്. അപ്പൊ ഇതിനെങ്ങനെയാ ഒരു ബാലൻസ് ചെയ്ത് നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റുക? ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്മളൊരു സ്ക്രീൻ ടൈം, പല ഫോണിലും നമുക്ക് സ്ക്രീൻ ടൈം നമുക്ക് അറിയാൻ പറ്റും. ആ സ്ക്രീൻ ടൈം ഓട്ടോ ലോക്ക്. എന്നാലും കുറേ വ്യക്തികൾ ഈ ഓട്ടോ ലോക്ക് വീണ്ടും തുറന്നിട്ട് നമുക്ക് പാസ്വേഡ് വീണ്ടും കണ്ടിന്യൂ അങ്ങനെ ചെയ്യുന്ന ടീമുകളുണ്ട്. നമ്മളിവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നും വ്യക്തമായിട്ട് എഴുതിപ്പിച്ച് ചെയ്യണം. നിങ്ങൾ ഇത്ര സമയം ഉപയോഗിക്കുന്നു, അതെങ്ങനെ എഫക്റ്റ് ഉണ്ടാവും, ഇങ്ങനെ അവർക്കൊരു കാഴ്ച കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ബെഡ്റൂമിൽ ഫോൺ കൊണ്ടുപോകരുന്നുള്ളതാണ്. അലാം വയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൈം പീസ് വെച്ചിട്ട് അലാം വയ്ക്കണം. കാരണം ഈ അലാമിനെ ഡിപ്പെൻഡ് ചെയ്ത് ഫോൺ അവിടെ വയ്ക്കണ്ട. കാരണം എൻ്റെ ട്രിഗർ എനിക്കത് കാണുമ്പോഴായിരിക്കും, എൻ്റെ മുമ്പിൽ കാണുമ്പോഴാണ് എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവണേ. ഞാനത് കാണുന്നില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ സൈലൻറ്റ് മോഡിലേക്ക് ആക്കുക, ഫാറായിട്ട് വയ്ക്കുക. രാവിലെ എണീറ്റിട്ട് വിത്തിൻ 1 hour ഒരു കാരണവശാലും മൊബൈൽ എടുക്കണം. അൺലെസ് എന്തെങ്കിലും ഒരു കോള് വരാണെങ്കിൽ യു ഹാവ് ദ റൈറ്റ് ടു അറ്റൻഡ്. അല്ലാത്ത എന്ത് സാധനം വന്നാലും ഫോൺ എടുക്കാൻ പാടില്ല. ഫസ്റ്റ് 1 hour വളരെ ഇമ്പോർട്ടൻ്റ്. എൻ്റെ ബ്രെയിൻ ഏറ്റവും റിലാക്സ് മൂഡിലിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇൻഫർമേഷൻ ഇതാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ ബ്രെയിനിനെ എനിക്ക് ട്രെയിൻ ചെയ്യാണ്. വൈകിട്ട് കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പേ ഫോണായിട്ടെല്ലാം ഡിസ്കണക്ട് ചെയ്യണം. പിന്നെ ഫോണിൻ്റെ യൂസേജ് കംപ്ലീറ്റ് കുറയ്ക്കണം. അതിനാണ് സ്ക്രീൻ ടൈം ഇട്ട് വയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ടൈം വീക്കിലി അതിൻ്റെ ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുക, എത്ര സമയം യൂസ് ചെയ്യുന്നത്, അവിടെ ഞാൻ എത്ര ടൈം ഞാൻ ഇതിന് വേണ്ടി വേസ്റ്റ് ചെയ്യുന്നത്. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം നേരത്തെ പറഞ്ഞു സിനിമക്കാർക്ക് ഇത് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഡിസ്ട്രാക്ട് ചെയ്യണം. ഓഫ് കോഴ്സ് അത് ഡിസ്ട്രാക്ട് ചെയ്യും. അത് മാത്രമല്ല ഒരു കോൺസെൻട്രേഷൻ കുറയും, ശ്രദ്ധ കുറയും. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തും. ഗ്രാജുവലി മെമ്മറി എഫക്റ്റ് ചെയ്യുന്നു, എനർജി ലെവൽ കുറയുന്നു, ടയർഡ്നെസ് ആൻഡ് ക്ഷീണം വരുന്നു, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. ജനറലി ഇപ്പോൾ ചിലർ പറയും ബ്രെയിൻ ഫോഗിങ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തുന്നു. അതെ, ഇതുപോലത്തെ ഒക്കെ ഓരോ സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടും. ഇങ്ങനെ എത്തിയെന്ന ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി തിരിച്ചു വരവില്ലെന്ന് തോന്നിയവരാണ് എത്രയും വേഗം അവർ ഇത് കംപ്ലീറ്റ് ഒഴിവാക്കി. കാരണം അത്ര എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട് കംപ്ലീറ്റ് ഇൻസ്റ്റാഗ്രാമേ ഇതിൽ നിന്നിട്ട് ഡിലീറ്റ് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ ഒത്തിരി പേരുണ്ട്. കാരണം അവർക്ക് അത്രമാത്രം അതിൻ്റെ താഴോട്ട് അവർ പോയി. അത് ഡേ ടു ഡേ ലൈഫിനെ ബാധിച്ചു, പ്രൊഫഷനെ ബാധിച്ചു. ശരിക്കും ഈ പണ്ടത്തെ നോക്കിയ ഫോൺ ഉണ്ടല്ലോ, ഈ നോക്കിയയുടെ 3310 ആ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് സമയമുണ്ടെന്ന് സന്തോഷത്തോടെ പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കൊരു ഈ ഡിജിറ്റൽ ഡിറ്റോക്സ്, അതായത് ഇതില്ലാത്തൊരു ലോകം നമ്മൾ ആഴ്ചയിൽ 2 ദിവസം ഉണ്ടാക്കിയെടുക്കണം, 48 hours. അങ്ങനെ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഈ പൊല്യൂഷനിൽ നിന്ന് നമുക്ക് പതുക്കെ ഫ്രീഡം കിട്ടും, ബ്രെയിൻ ഒന്ന് റിലാക്സ് ആയി തുടങ്ങും. അപ്പോൾ പിന്നെ എനിക്ക് അഡിക്ഷൻ ക്രേവിങ്സ്, അപ്പോൾ റെസ്റ്റ്ലെസ് ഉണ്ടാവും. ഓഫ് കോഴ്സ് എനിക്കൊരു ടെൻഡൻസി ഉണ്ടാവും അതിൽ പോയി മാന്താനായിട്ട്. എൻ്റെ ബിഹേവിയർ ഓട്ടോ ബിഹേവിയർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഒരാവശ്യമില്ലാണ്ട് എൻ്റെ കൈ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. വെറുതെ ഒരു കാര്യം ഞാൻ എന്തിനാ തോണ്ടിയെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, വെറുതെ പോയി നോക്കും, എന്നിട്ട് ഇവിടെ വയ്ക്കും, അതിനുശേഷം ഇതിങ്ങനെ പോകും. ഈ ഡിഫാൾട്ട് ഇതിലേക്ക് അത് ആയിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഈ ടെൻഡൻസിയെ മാറ്റണമെന്നുണ്ടെങ്കിൽ സാധനം ഒരു 48 മണിക്കൂർ നമ്മൾ എവേ ആക്കാം, ഒട്ടുമില്ലാത്ത രീതിയിൽ മാറ്റി വയ്ക്കാൻ പറയും. വെറുതെ ഇരുന്നാൽ പറ്റില്ല. അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യാൻ പറയും. കാരണം ഒന്നുമില്ലാതെ എംപ്റ്റി ആയി കഴിഞ്ഞാൽ ബ്രെയിൻ എന്തെങ്കിലും ഡോപ്പാമിൻ കിട്ടിയേ പറ്റുള്ളൂ. പക്ഷെ അത് സ്റ്റേബിൾ ഡോപ്പാമിൻ ആയിരിക്കണം, സ്ലോ ആയിരിക്കണം. സോ എൻകറേജ് വിത്ത് സം ആക്ടിവിറ്റീസ്. ദെൻ നിങ്ങൾ ലോൺലെസ്സിലാണ് മിക്കപ്പോഴും ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. ബോറിങ്ങിലായിരിക്കും ചിലർക്ക് അധികം പേരും. നിങ്ങൾ എൻഗേജ് ആയി കഴിയുമ്പോൾ ഇതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും എൻഗേജ് ആകാൻ പറയും. അങ്ങനെ പതുക്കെ ഇതിനോടുള്ള അടിമത്തം കുറച്ചു കൊണ്ടുവരാൻ പറയും. ഒരുപാട് നന്ദി. ഇത്രയും പ്രധാനപ്പെട്ട ഒരുപാട് വിശദാംശങ്ങൾ പറഞ്ഞു തന്നതും. ഇപ്പോൾ മൊത്തം ഡയറ്റയുള്ള ലോകത്ത് ഇൻഫോർമേഷനും വിസിറ്റും ഒക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മൂന്ന് കാര്യങ്ങളാണല്ലോ. അപ്പോൾ കുറച്ചുകൂടി ഇൻഫോംഡ് ആയിട്ടുള്ള യൂത്തും ഇൻഫോംഡ് ആയിട്ടുള്ള ജനറേഷനും ഉണ്ടാവട്ടെ, അങ്ങനെ നമുക്ക് പ്രത്യേകിക്കാം. നേരത്തിന് ഒരുപാട് നന്ദി. നല്ല നമസ്കാരം. നമസ്കാരം. താങ്ക് യു.